നമസ്കാരം. ജ്യോതിഷ താൽപ്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ മാസം, അതായത് 2025 മാർച്ച് മാസത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റമാണല്ലോ ശനിയുടെ രാശിമാറ്റം. അപ്പോൾ നമുക്കെല്ലാം അത് വായിച്ചും അതുപോലെ തന്നെ വീഡിയോകൾ കണ്ടും ഒക്കെ അതിനെപ്പറ്റി ധാരാളമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ശനിയുടെ രാശിമാറ്റത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സൗരയൂഥത്തിലെ ഏറ്റവും ശക്തരായ ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി. മാത്രമല്ല, ശനി ഒരു പാപഗ്രഹമാണ്. ശനി മാറുന്നത് സ്വന്തം മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിന്ന് തൊട്ടടുത്ത രാശിയായ മീനം രാശിയിലേക്കാണ്. മീനം രാശി ശനിയുടെ സമനായ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. മീനം രാശിയിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ സൂര്യനുണ്ട്. മാർച്ച് 14 രാത്രി മുതൽ സൂര്യൻ മീനൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശുക്രൻ ഉച്ചരാശി സ്ഥിതനായിട്ട് മീനൻ രാശിയിലുണ്ട്. ബുധൻ നീചരാശി സ്ഥിതനായിട്ട് മീനൻ രാശിയിലുണ്ട്. രാഹു ആണെങ്കിൽ കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട്, ഏകദേശം 1.25 വർഷത്തോളമായിട്ട് മീനൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും രാഹു കുംഭൻ രാശിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ഗ്രഹയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൊടിയ പാപഗ്രഹമായ രാഹുവിനോടും അതുപോലെ തന്നെ മറ്റൊരു പാപഗ്രഹമായ സൂര്യനോടുമൊപ്പമാണ് ശനിയുടെ വന്നു ചേരുന്നത്. മീനൻ രാശിയിൽ ഇപ്പോൾ തന്നെ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഉണ്ട്. ബുധ രാഹു യോഗവും രാഹു ശുക്രയോഗവും അവിടെയുണ്ട്. ശനി കൂടെ അങ്ങോട്ട് എത്തിച്ചേരുമ്പോഴത്തേക്കും മന്ദാദിത്യ യോഗവും ശനി ശുക്രയോഗവും ബുധ ശനി യോഗവും രാഹു ശനി യോഗവും അവിടെ രൂപപ്പെടുന്നു. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെ രണ്ടിലേറെ പാപഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒത്തുചേരുന്നത് അപൂർവമായിട്ടാണ് വരാറുള്ളത്. സൂര്യൻ ഓരോ മാസം ഓരോ രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നു. ഇവിടെ ബുധനൊരു പ്രത്യേകതയുണ്ട്. ബുധൻ പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ നീചരാശിയിൽ നിൽക്കുന്നു. അങ്ങനെ ബുധന് ബലക്കുറവുള്ള ഒരു സമയവും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏഴരശനി കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട് പലരും ഈ ശനിയുടെ മാറ്റം വന്നു കഴിയുമ്പോൾ. അതായത് ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ശനി മീനൻ രാശിയിലെ കൃത്യമായ എഫക്റ്റ് നൽകി തുടങ്ങും. ശനി രാശി മാറുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശനിയുടെ സാന്നിധ്യം അനുഭവിക്കും. അപ്പം ഏതാനും രാശിക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം ഗുണകരമാണ്. ശനി 3, 6, 11 ഭാവങ്ങളിൽ വരുമ്പം വലിയ ഐശ്വര്യങ്ങൾ നൽകും. ഒരുപക്ഷെ വ്യാഴം നൽകുന്നതിനേക്കാളേറെ ഐശ്വര്യങ്ങൾ ശനി 3, 6, 11 സഞ്ചരിക്കുന്ന കാലത്ത് നൽകും. പക്ഷേ ഈ ശനി നൽകുന്ന അനുഗ്രഹങ്ങൾക്കും വ്യാഴം നൽകുന്ന അനുഗ്രഹങ്ങൾക്കും ഒരല്പം വ്യത്യാസമുണ്ട്. വ്യാഴം പെർമനൻ്റായിട്ട് ഉള്ള, അതായത് സ്ഥിരമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. ശനിയാണെങ്കിൽ ഭൗതിക സുഖങ്ങൾ നൽകുകയും അതിൻ്റെ അർത്ഥശൂന്യത, ഭൗതിക സുഖങ്ങളിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ആ രീതിയിൽ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. അതാണ് സത്യം. നമ്മളെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ശനിദേവൻ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ, ഇപ്പോഴുള്ള അവസ്ഥയെ കൈപിടിച്ചൊരല്പം കൂടി ഉയർത്തുന്ന, ആത്മീയമായിട്ട് ഉയർത്തുന്ന ഒരു ഗ്രഹമാണ് ശനി. ഈ ഏഴരശനി എന്ന് പറഞ്ഞാൽ ജന്മക്കൂറിലും അതിൻ്റെ 12ാം ഭാവത്തിലും അതിൻ്റെ 2ാം ഭാവത്തിലുമായിട്ട് ശനി സഞ്ചരിക്കുന്ന 7.5 വർഷമാണ് ഏഴരശനി എന്ന് പറയുന്നത്. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് ശരാശരി സഞ്ചരിക്കുന്നത്. ഇതിനിടയ്ക്ക് വക്രവും മൗഢ്യവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ 2.5 വർഷം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശനിയെ എല്ലാവരും ഭയക്കുന്നതും. കാരണം ശനി ദോഷസ്ഥാനത്തൊക്കെ വന്നാൽ പിന്നെ 2.5 വർഷം വേണം അതിൻ്റെ എഫക്റ്റ് ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അപ്പം ഈ ഏഴരശനി എന്ന് പറയുന്നത് കുറേ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. മനപ്രയാസമാണ് കൂടുതൽ. പിന്നെ വെറുതെ ആശങ്കപ്പെടുക, ടെൻഷൻ അടിക്കുക, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഏഴരശനി കൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏഴരശനി അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന മേടക്കൂറുകാർക്ക് ഏഴരശനിയാണ്. അവർക്ക് ഏഴരശനിക്കാലം തുടങ്ങുകയാണ്.
12-ൽ ശനി വരുന്ന കാലമാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് കുറേ കാലമായിട്ട് 11-ൽ ശനി ആയതുകൊണ്ട് ശനിയുടെ അനുഗ്രഹം സിദ്ധിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ശനി 12-ലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങും. ഒരുപാട് അലച്ചിലുകൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക, ദൂരദേശവാസം, വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരിക, ജോലിയിൽ പല വിധത്തിലുള്ള ഡിസ്റ്റർബൻസ്, അസ്വസ്ഥതകൾ ഉണ്ടാകുക, സഹപ്രവർത്തകരിൽ നിന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുക, ന്യായമായ കാര്യങ്ങൾ പോലും നടക്കാതെ വരിക, അഡിക്ഷൻസ്, ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് 12-ാം രാശിയിൽ ശനി വരുന്ന സമയത്ത് മേടക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ജാതകത്തിൻ്റെ ബലമനുസരിച്ച് ഏറിയും കുറഞ്ഞും വരും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, 12 എന്ന് പറയുന്നത് ചെലവിൻ്റെ ഭാവമായതുകൊണ്ട് ഇവർക്ക് ചെലവ് വളരെ കൂടുന്നൊരു സമയവുമാണ്. പക്ഷേ ഇവിടെയും ഒരു ഗുണം ശനി തരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ഈ മാർച്ച് 29-ന് ശേഷം ശനി ഒരു ഗുണഫലം തരും. എന്താണ്, നിങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കുകയോ പുതിയൊരു വീട് വെക്കുകയോ ചെയ്യണമെങ്കിൽ ഈ സമയത്ത് അത് ചെയ്യാനായിട്ട് സാധിക്കും. പണം ആ വഴി പോകും എന്നുള്ളതൊരു സത്യമാണ്. ശേഖരിച്ച് വെച്ചിരിക്കുന്ന പണം ആ വഴി തീർന്നു പോകും വീട് പണിയോടുകൂടി. പക്ഷേ ആ വീട് പണി എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ഗുണവും ഉണ്ട്. നമുക്കൊരാസ്തിയാവും. അപ്പോഴും വായ്പകളുടെ തിരിച്ചടവൊക്കെ ഒരല്പം ബുദ്ധിമുട്ടും, പണത്തിന് ഇടയ്ക്കിടയ്ക്ക് ക്ലേശിക്കും. ഇതാണ് 12-ൽ ശനി വരുമ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാർക്കുണ്ടാകാൻ ഇടയുള്ള ഫലങ്ങൾ. പിന്നെയുള്ളത് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി വരുന്ന മീനക്കൂറുകാർക്കാണ്. പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറിൽപ്പെടുന്നവർക്ക് ജന്മശനിയാണ്. അതായത് 2.5 വർഷം ഇനി ജന്മശനിയാണ്. ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്നൊരു കാലമാണ് ജന്മശനി. നമ്മുടെ സ്വതവേ ഉള്ള സ്വഭാവങ്ങൾ പലതും മാറ്റിവെച്ച് അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം, വിശ്വാസവഞ്ചനകൾ ഉണ്ടാകാം, സുഹൃത്തുക്കളുമായിട്ടുള്ള തർക്കങ്ങളും മാനസികമായ പൊരുത്തമില്ലായ്മയൊക്കെ ഉണ്ടാകാം. പക്ഷേ അവിടെയും വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ തോതിലുള്ള ദ്രോഹങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ള ഒരു ഗുണവും നമുക്ക് ഉണ്ട്. എപ്പോഴും ഒരു ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഈ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് കുംഭക്കൂറിനാണ്. കുംഭക്കൂറിന് 7.5 ശനിയുടെ അവസാന ഭാഗമാണ്. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ, 1, 2, 3 പാദങ്ങൾ. ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 7.5 ശനിയുടെ അവസാന ഭാഗമാണ്. അതായത് അവസാനത്തെ 2.5 വർഷത്തിൻ്റെ തുടക്കമാണ് ശനി മാറുമ്പോഴുള്ളത്. അതായത് 2.5 വർഷം കൂടെ കഴിഞ്ഞാൽ അവരുടെ 7.5 ശനി മാറും എന്നർത്ഥം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വതവേയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം അനുവർത്തിക്കേണ്ടി വരും, ഒരു ജീവിത രീതി. വിദ്യാഭ്യാസത്തിലൊക്കെ ആലസ്യവും തടസ്സങ്ങളും മനസ്സിലാക്കാനുള്ള പ്രയാസവും ഒക്കെ അനുഭവപ്പെടും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുധൻ്റെ നീചാവസ്ഥയും നമുക്ക് ദോഷകരമായിട്ട് വരും. കുടുംബജീവിതത്തിൽ സ്വൈരക്കേടുകൾ ഉണ്ടാകാം. രോഗങ്ങൾ, പ്രത്യേകിച്ച് മുഖത്തും മറ്റുമുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ മുഖത്തുള്ള കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ വായ തുടങ്ങിയ ഭാഗങ്ങളിൽ വരുന്ന അസുഖങ്ങൾ, എപ്പോഴും മനപ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയവയാണ് പൊതുവെ അവർക്ക് അനുഭവപ്പെടാനിടയുള്ളത്. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരിക, എപ്പോഴും ഒന്ന് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥ, എത്ര കഴിവുണ്ടെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് 7.5 ശനിയുടെ അവസാന ഭാഗത്തിലുള്ളവർ എത്തിച്ചേരുന്നത്. മറ്റുള്ളവരുടെ അത്രയും ധനപരമായ പ്രയാസങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്, കുംഭക്കൂറിൽപ്പെട്ടവർക്ക്, ഈ കുംഭൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ തന്നെ സ്വന്തം രാശി ആയതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് ശനി അങ്ങനെ വലിയ ദോഷം ചെയ്യാറില്ല. ആ ഒരു ഗുണവും അവർക്ക് കിട്ടും. ഇനിയുള്ളത് കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ, കണ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുറിക്കുന്നത്, മുറിവേൽപ്പിക്കുന്നത്, മുള്ളുപോലെ തുളച്ച് കയറുന്നത് എന്നൊക്കെ പല പല അർത്ഥങ്ങളും അതിന് കൽപ്പിക്കാറുണ്ട്.
ജന്മക്കൂറിലും അതിൻ്റെ 4, 7, 10 ഭാവങ്ങളിലുമായിട്ട് ശനി സഞ്ചരിക്കുമ്പോഴാണ് ഈ കണ്ടകശനിയായിട്ട് പറയുന്നത്. ഈ കണ്ടകശനി അനുഭവപ്പെടുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഒന്ന് മൂലം, പൂരാടം, ഉത്രാടക്കാർക്കാണ് കണ്ടകശനി വരുന്നത്. 4ാമത്തെ ഭാവത്തിലേക്ക് ശനി കടക്കുന്നത് കൊണ്ട് അവർക്ക് കുടുംബവും ആയിട്ട് ബന്ധപ്പെട്ട്, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട്, സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട്, കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും അമ്മ വഴിക്കുള്ള ബന്ധുക്കളുമായിട്ട് ഉള്ള കാര്യങ്ങളിലുമൊക്കെ അവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടും. കഷ്ടനഷ്ടങ്ങളും പരാതികളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവുകയില്ല. മാനസിക ആരോഗ്യത്തിലും കരുതൽ വേണ്ട കാലമാണ്. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ പോലും നേരിടേണ്ടി വന്നേക്കാം. ജാതകത്തിൻ്റെ ബലമനുസരിച്ചായിരിക്കും അനുഭവങ്ങളുണ്ടാകുന്നത്. പിന്നെയുള്ളത് കണ്ടകശനി അനുഭവിക്കുന്നത് ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ, ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അതായത് കന്നിക്കൂറിൽ ജനിച്ച ആളുകൾക്ക് 7ാം ഭാവത്തിലാണ് ശനി വരുന്നത്. അവർക്ക് ഈ 7ാം ഭാവം എന്ന് പറയുമ്പോൾ പ്രണയവും വിവാഹവും ദാമ്പത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം ഉണ്ടല്ലോ, പങ്കു ചേർന്നുള്ള കച്ചവടം, ആ പങ്കാളിത്ത ബിസിനസ്സിനെയൊക്കെയാണ് 7ാം ഭാവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബത്തിൽ ഐശ്വര്യക്കുറവ്, ബിസിനസ്സിൽ ഐശ്വര്യക്കുറവ്, പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെ ഉണ്ടായേക്കാം. കലഹബുദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബുധൻ മൗഢ്യമുണ്ട്, നീചത്തിലുമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിരക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. പിന്നെ മറ്റൊരു രാശി അല്ലെങ്കിൽ ഒരു കൂറ് എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും വരുന്ന മിഥുനക്കൂറാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 10ലാണ് ശനി സഞ്ചരിക്കുന്നത്, കർമ്മഭാവത്തിൽ ശനി. നമ്മുടെ ഉപജീവനം എന്ന് പറയുന്നത് 10ാം ഭാവത്തെ ആശ്രയിച്ചാണ്. അപ്പം 10ാം ഭാവത്തിൽ ഈ പറഞ്ഞ പോലെ ശനി വരുന്നു, അതോടൊപ്പം പാപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് പ്രയാസങ്ങളുണ്ടാകാം. നമ്മൾ സ്ഥലമാറ്റമൊക്കെ ചോദിച്ചാൽ കിട്ടണമെന്നില്ല. ലീവ് ചോദിച്ചാൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ള സമയമായിരിക്കും. പ്രമോഷനും ശമ്പള വർധനമൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സിലും ലാഭം കുറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ശനിദോഷം, അതായത് കണ്ടകശനിയും 7.5 ശനിയും 2 രീതിയിൽ ശനി ബാധിക്കുന്നത് ഈ നക്ഷത്രക്കാർക്കാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഈ ഒരു സമയത്ത്, ഈ ശനിദോഷം ബാധിക്കുന്ന സമയത്ത് നമ്മൾ ശനിദേവന് വഴിപാടുകൾ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഏതൊരു കാര്യവും നല്ല പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു 2.5 വർഷം നീളുന്ന ഒരു കാലമാണല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ് ശാസ്താവിനെ നിത്യവും പ്രാർത്ഥിക്കുക എന്നുള്ളത്. ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് കലിയുഗ വരദനാണ്, ശനിദോഷ നിവാരകനാണ്. ധർമ്മശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുകയും ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ ശനി നൽകുന്ന ദുരിതങ്ങളിൽ നിന്ന് നല്ലൊരു അളവ് വരെ മോചനം ഉണ്ടാകും. ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈശ്വരന്മാർക്ക് പോലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ശിവനെയൊക്കെ ശനി ബാധിച്ച കഥ നിങ്ങൾ പുരാണങ്ങളിൽ വായിച്ചിട്ട് കാണും. ശനി ബാധിച്ചാൽ ഒളിവിൽ കഴിയേണ്ട സ്ഥിതി പോലും ദൈവങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ശിവനുണ്ടായിട്ടുണ്ട്, ഇന്ദ്രനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കഥകളുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശനിദേവ പ്രീതിക്കായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. പക്കപ്പിറന്നാൾ ദിവസം എള്ളുതിരി തെളിയിക്കുക, പട്ട് സമർപ്പിക്കുക, അർച്ചനകൾ ചെയ്യുക, അതൊക്കെ ചെയ്യാം നമുക്ക്. അതുപോലെ ശനിദേവ സ്തോത്രങ്ങൾ ജപിക്കുക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ശാസ്താവ് വളരെ ശക്തിമാനായ ദൈവമാണ്. ശാസ്ത്രങ്ങൾക്കധിപനാണ് ശാസ്താവ്. അപ്പം ശനിദോഷത്തിൽ നിന്ന് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒരു ആചരണമാണ് ശ്രീധർമ്മശാസ്ത അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക എന്നുള്ളത്. ശാസ്താവിൻ്റെ 108 നാമങ്ങൾ നിത്യവും രാവിലെയും വൈകിട്ടും ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനിദോഷത്തിൽ നിന്ന് നല്ലൊരു അളവ് വരെ രക്ഷ ലഭിക്കും. ഒന്നുമല്ലെങ്കിൽ ആപത്തുകളിലോട്ടൊന്നും പോകാതെ
ചെറിയ ചെറിയ മനപ്രയാസം ഉണ്ടാക്കുന്ന ചെറിയ അനുഭവങ്ങളായിട്ട് അങ്ങ് കടന്നു പോകും. നമ്മൾ വലുതായിട്ട് അതിനെപ്പറ്റി ബോധർ ചെയ്യാതെ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കാതെ ഈ ശനിയുടെ മാറ്റം കടന്നു പോകും. കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് ചെറിയ പ്രയാസങ്ങളും ഇടയ്ക്ക് ടൈറ്റ് ആകുകയൊക്കെ ചെയ്യും. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും ഉണ്ടാകും. എങ്കിൽ പോലും അപകടങ്ങളിലോ ആപത്തുകളിലോ അതുപോലെ കേസുകളിലും വഴക്കുകളിലും ഒക്കെ ചെന്ന് പെടാതെ വളരെ സുരക്ഷിതമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശാസ്താവിനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ സഹായകരമാണ്. അതുകൊണ്ടാണ് ശ്രീധർമ്മശാസ്ത്ര അഷ്ടോത്തരം ഇവിടെ സ്ലൈഡായിട്ട് കാണിക്കാം എന്ന് വെച്ചത്. അപ്പം നല്ല വിശ്വാസമുള്ള ആളുകൾ ഇതൊന്ന് ചൊല്ലുക. ശനി മാറുന്നതിന് മുമ്പ് തന്നെ വരുന്ന ശനിയാഴ്ച മുതലെങ്കിലും നിങ്ങൾ ഈ ശാസ്താവിൻ്റെ അഷ്ടോത്തര ശത നാമാവലി ഒന്ന് ജപിച്ചു തുടങ്ങുക. രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് നല്ലത്. വൈകുന്നേരമേ സമയം കിട്ടുകയുള്ളെങ്കിൽ ആ സമയത്ത് ജപിച്ചാലും മതി. 108 നാമങ്ങൾ ജപിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മതി അങ്ങേയറ്റം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചൊല്ലിപ്പോകാം. അതനുസരിച്ച് സ്ലൈഡും കാണിക്കാം. 10 നാമങ്ങൾ വീതമുള്ള സ്ലൈഡുകളായിട്ടാണ് ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓം മഹാശാസ്ത്രേ നമഃ. ഓം വിശ്വശാസ്ത്രേ നമഃ. ഓം ലോകശാസ്ത്രേ നമഃ. ഓം ധർമ്മശാസ്ത്രേ നമഃ. ഓം വേദശാസ്ത്രേ നമഃ. ഓം കാലശാസ്ത്രേ നമഃ. ഓം ഗജാധിപായ നമഃ. ഓം ഗജാരൂഢായ നമഃ. ഓം ഗണാധ്യക്ഷായ നമഃ. ഓം വ്യാക്രാരൂഢായ നമഃ. ഓം മഹാദ്യുതേ നമഃ. ഓം ഗോപ്ത്രേ നമഃ. ഓം ഗദാദംഗായ നമഃ. ഓം ഗദാഗ്രന്യേ നമഃ. ഓം ഋഗ്വേദരൂപായ നമഃ. ഓം നക്ഷത്രായ നമഃ. ഓം ചന്ദ്രരൂപായ നമഃ. ഓം വരാഹകായ നമഃ. ഓം ദുർവാശ്യാമായ നമഃ. ഓം മഹാരൂപായ നമഃ. ഓം ക്രൂരദൃഷ്ടയേ നമഃ. ഓം അനാമയായ നമഃ. ഓം ത്രിനേത്രായ നമഃ. ഓം ഉൽപ്പലാകാരായ നമഃ. ഓം കാലഹന്ത്രേ നമഃ. ഓം നരാധിപായ നമഃ. ഓം ഖണ്ഡേന്ദുമൗലിതനയായ നമഃ. ഓം കൽഹാരകുസുമപ്രിയായ നമഃ. ഓം മദനായ നമഃ. ഓം മാധവസുതായ നമഃ. ഓം മന്ദാരകുസുമാർച്ചിതായ നമഃ. ഓം മഹാബലായ നമഃ. ഓം മഹോത്സോഹായ നമഃ. ഓം മഹാപാപവിനാശനായ നമഃ. ഓം മഹാശൂരായ നമഃ. ഓം മഹാധീരായ നമഃ. ഓം മഹാസർപ്പവിഭൂഷണായ നമഃ. ഓം അസിഹസ്തായ നമഃ. ഓം ശരധരായ നമഃ. ഓം ഹാലാഹലധരാത്മജായ നമഃ. ഓം അർജുനേശായ നമഃ. ഓം അഗ്നിനയനായ നമഃ. ഓം അനംഗമദനാതുരായ നമഃ. ഓം ദുഷ്ടഗ്രഹാധിപായ നമഃ. ഓം ശ്രീദായ നമഃ. ഓം ശിഷ്ടരക്ഷണദീക്ഷിതായ നമഃ. ഓം കസ്തൂരീതിലകായ നമഃ. ഓം രാജശേഖരായ നമഃ. ഓം രാജസത്തമായ നമഃ. ഓം രാജരാജാർച്ചിതായ നമഃ. ഓം വിഷ്ണുപുത്രായ നമഃ. ഓം വനജാധിപായ നമഃ. ഓം വർഷസ്കരായ നമഃ. ഓം വരരുചയേ നമഃ. ഓം വരദായ നമഃ. ഓം വായുവാഹനായ നമഃ. ഓം വജ്രകായായ നമഃ. ഓം ഖഡ്ഗബാണയേ നമഃ. ഓം വജ്രഹസ്തായ നമഃ. ഓം ബലോത്ഥതായ നമഃ. ഓം ത്രിലോകജ്ഞായ നമഃ. ഓം അതിബലായ നമഃ. ഓം പുഷ്കലായ നമഃ. ഓം വൃത്തഭാവനായ നമഃ. ഓം പൂർണാധവായ നമഃ. ഓം പുഷ്കലേശായ നമഃ. ഓം പാശഹസ്തായ നമഃ. ഓം ഭയാപഹായ നമഃ. ഓം ഫട്കാരരൂപായ നമഃ. ഓം പാപഘ്നായ നമഃ. ഓം പാഷണ്ഡരുധിരാശനായ നമഃ. ഓം പഞ്ചപാണ്ഡവസന്ത്രാത്രേ നമഃ. ഓം പരപഞ്ചാക്ഷരാശ്രിതായ നമഃ. ഓം പഞ്ചവക്ത്രസുതായ നമഃ. ഓം പൂജ്യായ നമഃ. ഓം പണ്ഡിതായ നമഃ.
ഓം പരമേശ്വരായ നമ. ഓം ഭാവതാപപ്രശമനായ നമ. ഓം ഭക്താഭീഷ്ടപ്രദായകായ നമ. ഓം കവയേ നമ. ഓം കവീനാമധിപായ നമ. ഓം കൃപാനവേ നമ. ഓം ക്ലേശനാശനായ നമ. ഓം സമായ നമ. ഓം അരൂപായ നമ. ഓം സേനാനയേ നമ. ഓം ഭക്തസമ്പത്പ്രദായകായ നമ. ഓം വ്യാഘ്രചർമ്മധരായ നമ. ഓം ശൂലിനേ നമ. ഓം കപാലിനേ നമ. ഓം വേണുവാദനായ നമ. ഓം കളാരവായ നമ. ഓം കമ്പുകണ്ഠായ നമ. ഓം കിരീടാദിവിഭൂഷിതായ നമ. ഓം ധൂർജടയേ നമ. ഓം വീരനിലയായ നമ. ഓം വീരായ നമ. ഓം വീരേന്ദ്രവന്ദിതായ നമ. ഓം വിശ്വരൂപായ നമ. ഓം വൃഷപതയേ നമ. ഓം വിവിധാർത്ഥഫലപ്രദായ നമ. ഓം ദീർഘനാസായ നമ. ഓം മഹാബാഹവേ നമ. ഓം ചതുർബാഹവേ നമ. ഓം ജടാധരായ നമ. ഓം സനകാദിമുനിശ്രേഷ്ഠസ്തുത്യായ നമ. ഓം ഹരിഹരാത്മജായ നമ. ഇത്രയുമാണ് ശ്രീധർമ്മശാസ്താവിൻ്റെ 108 നാമങ്ങൾ. സാധിക്കുന്നവർ ഇത് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ മനസ്സർപ്പിച്ച് വളരെ ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ഇതുവഴി അകറ്റി നിർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, കുടുംബസൗഖ്യം, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുക, ഇതെല്ലാം സാധിക്കുന്നതാണ്. അതായത് ഈ തടസ്സങ്ങൾ വരുന്ന കാലമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന് വലിയ ദോഷങ്ങളില്ലാതെ കാര്യങ്ങൾ സാധിച്ചു പോകാനും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇത് കഴിയുന്നതും എല്ലാവരും ഒന്ന് ചെയ്യുക. ഇനി ഇത്രയും ജപിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശാസ്താവിൻ്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ സ്തുതികളോ ശാസ്ത്ര ഗായത്രി പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ഇതോടൊപ്പം ശനിദേവൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ മന്ത്രം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ 108 നാമങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ശനിദേവ പ്രീതി നിങ്ങളിലുണ്ടാകട്ടെ. ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.